ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണമെന്നാൽ വേർപാടാണ്. പാപനിമിത്തം മനുഷ്യന് ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്നതല്ല. പാപനിമിത്തം മനുഷ്യന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. പാപനിമിത്തം മനുഷ്യ ശരീരത്തിന് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നില്ല. ഈ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനും ദൈവവുമായി മനുഷ്യന് നിരപ്പ് നടത്തുവാനുമാണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യരാശിയുടെ പാപഭാരം ചുമന്ന് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചത്. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് 2 പ്രതികരണങ്ങളിൽ ഒന്നും ഉണ്ടായേക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പുരുഷാരത്തിൽ അവനെക്കുറിച്ച് വളരെ കുശൂഷിപ്പുണ്ടായി. അവൻ നല്ലവനെന്ന് ചിലരും, അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. എന്നാൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിക്കുകയില്ല. എന്നാൽ വിശ്വസിക്കാത്തവൻ ഒരു തരത്തിലും നിരപരാധിയാകുകയില്ല. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഈ നല്ല വാർത്തയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി. ശരിയായ തീരുമാനമെടുക്കാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. ആമേൻ.